അധ്യാപകർ യൂണിഫോം വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊരു നിയമം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയാവാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നാണമില്ലല്ലോ മന്ത്രിക്ക് ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ? വിദ്യാഭ്യാസം തന്നെ കമോഡറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും മന്ത്രിക്ക് ആകുലതയില്ല. യൂണിഫോമിറ്റി വേണ്ടത് നിയമനത്തിലാണെന്ന് മന്ത്രി അറിയാതെ പോയി. ഗൗരവമേറിയ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ അഡ്രസ് ചെയ്യാതെ വളരെ സില്ലി ആയിട്ടുള്ള, വളരെ പ്രതിലോമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ആയി ചർച്ച വേണമെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിയുടെ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അധ്യാപകർ ക്രിയേറ്റീവ് പേഴ്സൺസ് ആണ്. സാമൂഹിക നവനിർമ്മിതിയിൽ വലിയ പങ്ക് വഹിക്കേണ്ടവരാണ്, വഹിച്ചിട്ടുള്ളവരുമാണ്. അവരെ ഒരു ചതുരത്തിൽ ഒതുക്കി നിർത്താൻ പാടുള്ളതല്ല. അവരൊരു ചതുരത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടവരുമല്ല. പുതുതലമുറയെ പുതുതലമുറയ്ക്ക് പ്രതികരണശേഷിയും ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ്. അവരുടെ ചിന്താപദ്ധതിയെ നവീകരിക്കാൻ ബാധ്യതയുള്ളവരാണ്. അത്തരം അധ്യാപകരെ ഒരു ഫ്രെയിം വർക്കിൽ ഒതുക്കി നിർത്തുന്നത് ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ച രീതിയല്ല. വിദ്യാഭ്യാസ വിചക്ഷണനായ ഡോക്ടർ UR അനന്തമൂർത്തി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ലെസൺ പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, അധ്യാപകരിൽ നിന്ന് എന്ത് പഠിപ്പിക്കണമെന്ന് എഴുതി വാങ്ങരുത് എന്ന്. അത് ശരിയായ രീതിയല്ല എന്ന്. അപ്പോൾ അത്രയും പ്രാധാന്യം അധ്യാപകർക്കുണ്ട് ഒരു സമൂഹത്തിൽ എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നതേ പഠിപ്പിക്കാവൂ എന്ന് എഴുതി വാങ്ങുന്നത് തന്നെ ശാസ്ത്രീയമായ രീതിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരം അധ്യാപകർക്കാണ് യൂണിഫോം വസ്ത്രങ്ങൾ കൊടുത്ത് അവരെ ആജ്ഞാനുവർത്തികളാക്കാൻ ഒരു ശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതിനാണ് പൊതുചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നതും. യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോം എന്നത് തന്നെ ഇറ്റ്സ് എ ബാഡ്ജ് ഓഫ് സ്ലേവറി. അത് ആർക്കൊക്കെ കൊടുക്കുന്നോ ആ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ ഒരു അജ്ഞാനുവർത്തികളാണ്. യൂണിഫോമിറ്റി ഈസ് എ ബാഡ്ജ് ഓഫ് സ്ലേവറി. അത് വർക്കേഴ്സിന് യൂണിഫോം കൊടുക്കുന്നുണ്ട്, ഹൈറാർക്കി സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഒരു ഹൈറാർക്കിയിൽ ഒതുക്കി നിർത്തേണ്ടവരല്ല, തിരുത്തൽ ശക്തികളാണ്. അത്തരക്കാരെ പോലും ചവിട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത ഉത്ഭവിക്കുന്നത് എന്നത് തന്നെ വളരെ ലജ്ജാകരമാണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രൈവറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെല്ലാം തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത കോട്ട് അധ്യാപകരെ കൊണ്ടെടിപ്പിക്കുന്നത്. എത്ര പൊരിഞ്ഞ ചൂടത്തും പൊരിഞ്ഞ വെയിലത്തും അവർ ഈ കോട്ട് ഇട്ടിട്ട് നടക്കണം. സിന്തറ്റിക് സാരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ചുരിദാറുകളൊക്കെയാണ് ഇപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കോട്ട്. അതൊരിക്കലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. അത് മനുഷ്യാവകാശ ലംഘനമാണ്. ഓരോരുത്തരുടെ സ്കിന്ന് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബയോളജി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ രീതിയിലാണ് ഇത്തരം വസ്ത്രങ്ങളോടും ഇത്തരം കോട്ടുകളോടൊക്കെ പ്രതികരിക്കുക. ചിലർ വളരെ അലർജിക് ആവും. അതൊന്നും ഇവരുടെ കൺസേൺ അല്ല. കാരണം ഞങ്ങൾ പറയുന്നു, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നല്ല അവരുടെ മോട്ടീവ്. ഞങ്ങൾ പറയുന്നവർ ഇവിടെ പഠിപ്പിച്ചാൽ മതി, അല്ലാണ്ട് ഞങ്ങൾ പറയുന്ന രീതിയിലേ ചിന്തിക്കാവൂ. 1984 ജോർജ് ഓർവെൽ പറഞ്ഞ പോലെ ഒരു ഭാഷ, ഒരു പ്രത്യേക
രീതി അത്രയൊക്കെ പാടൂ, വസ്ത്രം പോലും ഞങ്ങൾ പറയുന്നതേ ധരിക്കാൻ പാടൂ എന്ന ഒരു രീതി ഉണ്ട്. അതിലേക്ക് പുരോഗമന പ്രസ്ഥാനവും പോവുകയാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ യൂണിഫോം വസ്ത്രം അധ്യാപകർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത ഉണ്ടാവുന്നത് തന്നെ. വിദ്യാലയങ്ങൾ കൂടുതൽ ജനാധിപത്യപരമാവണം. അധ്യാപകർക്ക് ലാളിത്യമാണ് വേണ്ടത്. അത് വസ്ത്രത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ലാളിത്യം വേണം, ഉയർന്ന ചിന്ത വേണം, സമർപ്പണം വേണം, സർവോപരി ത്യാഗ മനോഭാവം വേണം. അതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്, നിയമനത്തിന് മുന്നേയും അതിനുശേഷവും. അതല്ലാത്ത അധ്യാപകരെ, ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്ത അധ്യാപകരെ വെച്ച് പൊറിപ്പിക്കേണ്ടതുമില്ല. പക്ഷേ കാശ് കൊടുത്ത് ജോലിക്ക് കയറുന്ന, പിൻവാതിലിലൂടെ കയറിക്കൂടുന്ന അധ്യാപകർക്ക് ഇതൊന്നും തന്നെ ഇല്ല. അവർ വിദ്യാലയത്തെ കാണുന്നത് ഒരു കൂടുതൽ ധനസമ്പാദനത്തിനുള്ള മാർഗം, അതായത് കൊടുത്ത കാശ് മുതലാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കുറിക്കമ്പനിയും ബ്ലേഡ് കമ്പനിയും പിന്നെ അതിൽ കൂടുതൽ ധനസമ്പാദനങ്ങൾ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് വിദ്യാലയങ്ങളെ അവർ കാണുന്നത്. അപ്പോൾ അത്തരം രീതികളെ ആണ് ചെറുക്കേണ്ടത്. അല്ലാതെ ഈ ആത്മാവില്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇനിയും പരിപോഷിപ്പിക്കുകയല്ല മന്ത്രി ചെയ്യേണ്ടത്. മന്ത്രി ഒന്ന് കണ്ണു തുറന്ന് നോക്കി എവിടെയാണ് തിരുത്തേണ്ടത്, നിയമനത്തിൽ യൂണിഫോമിറ്റി കൊണ്ടുവരട്ടെ. നന്ദി, നമസ്കാരം.